ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്റ്റിംഗ്വിഷർ ഫോർ എഞ്ചിനീയറിംഗ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ സിസ്റ്റം അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ നെറ്റ്വർക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു ടോപ്പിക്സിൽ നാം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ബേസിക് ലെവലിൽ എന്താണ് സ്പ്രിംഗ്ലർ സിസ്റ്റം, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് ഓഫ് സ്പ്രിംഗ്ലർ സിസ്റ്റം, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലേഴ്സ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് അവൈലബിൾ ആണ് ബേസ്ഡ് ഓൺ ഇൻസ്റ്റലേഷൻ ഓറിയന്റേഷൻ, അതല്ലെങ്കിൽ ബേസ്ഡ് ഓൺ കവറേജ്, നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഹീറ്റ് സെൻസിങ് എലമെന്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലേഴ്സ്. നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടതാണ് ജനറൽ റിക്വയർമെന്റ്സ് ഫോർ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ സിസ്റ്റം അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ നെറ്റ്വർക്ക്. അതിൽ വരുന്നതാണ് കോമ്പണൻസ് റിക്വയർഡ്, നെക്സ്റ്റ് പമ്പ് കപ്പാസിറ്റി, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടതാണ് മിനിമം പൈപ്പ് സൈസ് ആൻഡ് മാക്സിമം നമ്പേഴ്സ് ഓഫ് സ്പ്രിംഗ്ലർ അലൗഡ്. അത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഏരിയയിൽ ഒരു 100 സ്പ്രിംഗ്ലർ വേണമെങ്കിൽ അവിടെ ആവശ്യമുള്ള മിനിമം പൈപ്പ് സൈസ് എത്രയാണ്, അതല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് പൈപ്പിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള മിനിമം പൈപ്പ് സൈസ് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് സ്പ്രിംഗ്ലേഴ്സ് അലൗഡ്. അതുപോലെ തന്നെ സ്പ്രിംഗ്ലറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെ ഫാക്ടർ ഡീറ്റെയിൽസ്, പിന്നെ ഓപ്പറേറ്റിംഗ് പ്രഷർ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടതാണ് ഡിസൈൻ ഡെൻസിറ്റി, പിന്നെ സ്പ്രിംഗ്ലറിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, അതിന്റെ കളർ ക്ലാസിഫിക്കേഷൻ. നാം സ്പ്രിംഗ്ലറിന്റെ ബൾബൊക്കെ ഡിഫറെന്റ് കളറിൽ കണ്ടിട്ടുണ്ടാവും, യെല്ലോ കളർ, റെഡ് കളർ, ബ്ലൂ കളർ, അങ്ങനെ അതിന്റെ ടെമ്പറേച്ചർ റേഞ്ചും കളർ ക്ലാസിഫിക്കേഷൻസും. അതുപോലെ ബേസിക് ആയിട്ടുള്ള സോൺ കൺട്രോൾ വാൽവ്സ്, അലാം ചെക്ക് വാൽവ്, ഡ്രെയിന്, വാട്ടർ മോട്ടോർ അലാം ഗോങ്, പ്രഷർ സ്വിച്ച്, കൺട്രോൾ വാൽവ്സ്, PRV സ്റ്റേഷൻ, അങ്ങനെ വളരെ ബേസിക് ലെവലിലുള്ള സ്പ്രിംഗ്ലേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ള ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു സ്പ്രിംഗ്ലർ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഏരിയ ലിമിറ്റേഷൻ ഫോർ സ്പ്രിംഗ്ലർ. ഏത് ഏരിയ വരെ നമുക്ക് സ്പ്രിംഗ്ലർ ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാം, ഏത് ഏരിയ ലിമിറ്റേഷന് എബോ പോയി കഴിഞ്ഞാലാണ് നമുക്ക് സ്പ്രിംഗ്ലർ ആ ഒരു സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം ഒരു ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ സ്പ്രിംഗ്ലർ നെറ്റ്വർക്ക് വരുമ്പോൾ അതിന്റെ ഓവറോൾ കോസ്റ്റ് ഇൻക്രീസ് ആവും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ വിത്തൗട്ട് സ്പ്രിംഗ്ലർ പ്രൊസീഡ് ചെയ്യാൻ ട്രൈ ചെയ്യും അതോറിറ്റീസിന്റെ അപ്രൂവലിന്. അപ്പൊ ഏത് ഏരിയ വരെയാണ് നമുക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുക, ഏത് ഏരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ സ്പ്രിംഗ്ലർ മസ്റ്റ് ആണ്. അത് തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് ഹൈ റൈസ് ബിൽഡിംഗ്, മിഡ് റൈസ് ബിൽഡിംഗ്, ലോ റൈസ് ബിൽഡിംഗ്സ്, മാൾസ്, വില്ല, പാർക്കിംഗ് ഏരിയാസ്, വെയർഹൗസസ് തന്നെ മൾട്ടി ടെനന്റ് വെയർഹൗസ്, സിംഗിൾ ടെനന്റ് വെയർഹൗസ്, അതല്ലെങ്കിൽ ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൾഡ് സ്റ്റോറേജ്, ഓപ്പൺ യാർഡ്, നഴ്സറീസ്, കേബിൾ ടണൽ, അല്ലെങ്കിൽ റോഡ് ഓർ റെയിൽ ടണൽ, അങ്ങനെ ഡിഫറെന്റ് ഏരിയാസിൽ അതിന്റെ ഏരിയ ലിമിറ്റേഷൻ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നാം ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടതാണ് വേരിയസ് ലൊക്കേഷൻസിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സ്റ്റെൻഡഡ് ലൊക്കേഷൻസിൽ നാം സ്പ്രിംഗ്ലർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ലൈക്ക് ആർട്രിയം, അല്ലെങ്കിൽ ബാൽക്കണീസ്, സ്റ്റെയേഴ്സ്, എലിവേറ്റർ ഷാഫ്റ്റ്, അല്ലെങ്കിൽ എബോ സീലിംഗ്, ബാത്റൂംസ്, ലൗണ്ടറി, പാൻട്രി, അല്ലെങ്കിൽ സം സ്റ്റേജസ്, ഗാർബേജ് ഷൂട്ട്, അങ്ങനെയുള്ള ഡിഫറെന്റ് എക്സ്റ്റെൻഡഡ് ഏരിയാസിൽ നാം സ്പ്രിംഗ്ലർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഏത് ടൈപ്പ് സ്പ്രിംഗ്ലർ പ്രൊട്ടക്ഷൻ ആണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിസൈൻ ഡീറ്റെയിൽസ് എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ നാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അഡീഷണൽ ആയിട്ട് നാം ഹൈ സീലിംഗ് സ്പ്രിംഗ്ലർ പ്രൊട്ടക്ഷൻ വരികയാണെങ്കിൽ അവിടെയുള്ള അതിന്റെ ഡിഫറെന്റ് ഡിസൈൻ ക്രൈറ്റീരിയൻ എന്താണ്. ഫോർ എക്സാമ്പിൾ മോർ ദാൻ 10 മീറ്റർ ഹൈറ്റ് ഒക്കെ വരുന്ന സീലിംഗ് ഏരിയാസ് വരികയാണെങ്കിൽ അത് 3 കാറ്റഗറി ആയിട്ട്, ഫോർ എക്സാമ്പിൾ 10 to 13.5, 13.5 to 18 മീറ്റർ, 18 മീറ്റർ ടു 30 മീറ്റർ, അങ്ങനെ 3 ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആക്കിയിട്ട് അതിൽ തന്നെ ലോ ഹസാർഡ്, ഓർഡിനറി ഹസാർഡ്, ഹൈ ഹസാർഡ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് അതിന്റെ സ്പെഷ്യൽ ആയിട്ട് ആ ഒരു ഏരിയാസിൽ സ്പ്രിംഗ്ലർ വരുമ്പോൾ അതിന്റെ കെ ഫാക്ടർ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം, അതിന്റെ മിനിമം പ്രഷർ എത്ര വേണം, അതിന്റെ മിനിമം നമ്പർ ഓഫ് സ്പ്രിംഗ്ലർ എത്ര അവിടെ പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ്, അതിന്റെ മിനിമം പമ്പ് കപ്പാസിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന സ്പ്രിംഗ്ലർ പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ടോപ്പിക്കിൽ നാം ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ഒരു വീഡിയോസ് ഒക്കെ നാം ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. നാം ലെക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നത് NFPA ബേസ്ഡ് ആയിട്ടുള്ള UAE ഫയർ ആൻഡ് ലൈഫ് സേഫ്റ്റി കോഡാണ്.
നിങ്ങൾക്കറിയാം അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നതിന് നമുക്ക് ചില റിസ്ക് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോസ് കണ്ടതിന് ശേഷം ഏതെങ്കിലും ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കമന്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. സ്പ്രിംഗ്ലർ സിസ്റ്റം നമുക്കറിയാം, അത് ഹീറ്റ് ആക്ടിവേറ്റഡ് ഡിവൈസ് ആണ്. അത് നമ്മുടെ ഫയർ കണ്ടീഷനിലെ ഹീറ്റ് ആണ് സെൻസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഗ്ലാസ് ബൾബ് അത് നമ്മളൊരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിന്റെ എബോവ് പോവുകയാണെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ അത് ഓപ്പൺ ആവും, എന്നിട്ട് വാട്ടർ ഡിസ്ചാർജ് അലോ ചെയ്യും. അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് 57 to 260 ഡിഗ്രി വരെയുള്ള ഡിഫറെന്റ് ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്കിത് സ്പ്രിംഗ്ലേഴ്സ് അവൈലബിൾ ആണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് റഫായിട്ടൊന്ന് നോക്കാം. ഇവിടെ ടെമ്പറേച്ചർ റേറ്റിംഗ് ഓഫ് സ്പ്രിംഗ്ലർ ഹെഡ് 57 ഡിഗ്രി സെൽഷ്യസ് ടു 77 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന്റെ ഗ്ലാസ് ബൾബ് ഓറഞ്ച് ഓർ റെഡ് കളറിലാണ് ഉണ്ടാവുക. അത് ടെമ്പറേച്ചർ ക്ലാസിഫിക്കേഷൻ നാം ഓർഡിനറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓർ ടെമ്പറേച്ചർ റേഞ്ച് 79 ഡിഗ്രി സെൽഷ്യസ് ടു 107 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ക്ലാസിഫിക്കേഷൻ ഇന്റർമീഡിയറ്റ് എന്ന് പറയും. അതിന്റെ ഗ്ലാസ് ബൾബ് യെല്ലോ ഓർ ഗ്രീൻ കളറിലാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. 121 ഡിഗ്രി സെൽഷ്യസ് ടു 149 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയും. അത് ബ്ലൂ കളറിലാണ് അതിന്റെ ഗ്ലാസ് ബൾബ് ഉണ്ടാവുക. 163 ടു 191 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എക്സ്ട്രാ ഹൈ എന്ന് പറയും. അതിന്റെ ആ ഒരു ഗ്ലാസ് ബൾബ് പർപ്പിൾ കളറിൽ ഉണ്ടാവും. അതേപോലെ 204 ടു 246, അതേപോലെ 260 ടു 302, 343 ഇതെല്ലാം ബ്ലാക്ക് കളറിലാണ് അവൈലബിൾ ആവുക. ഇതാണ് അതിന്റെ ഗ്ലാസ് ബൾബ്. ഇതുപോലെയാണ് സ്പ്രിംഗ്ലർ ഉണ്ടാവുക. ഇവിടെ ഗ്ലാസ് ബൾബ് ഉണ്ടാവും. ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ടെമ്പറേച്ചർ റേറ്റിംഗ് അനുസരിച്ച്. ആ ഒരു ടെമ്പറേച്ചർ റേറ്റിംഗിന്റെ സ്പെസിഫിക് ലിമിറ്റിന്റെ മുകളിലേക്ക് പോയാൽ ഹീറ്റ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബൾബ് മെൽറ്റ് ആയിട്ട് സ്പ്രിംഗ്ലർ ഓപ്പൺ ആവും. അത് വാട്ടർ ഡിസ്ചാർജ് ഡയറക്ട്ലി നമുക്ക് അലോ ചെയ്യും. ഇനി നമുക്ക് വളരെ ബേസിക് ലെവലിൽ ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലേഴ്സ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ബേസ്ഡ് ഓൺ ഇൻസ്റ്റലേഷൻ ഓറിയന്റേഷനിൽ അതിന്റെ ക്ലാസിഫിക്കേഷനിൽ അപ്രൈറ്റ് സ്പ്രിംഗ്ലർ ഹെഡ് ഉണ്ട്, പെൻഡന്റ് സ്പ്രിംഗ്ലർ ഹെഡ് ഉണ്ട്, റിസസ്ഡ് പെൻഡന്റ് സ്പ്രിംഗ്ലർ ഹെഡ് ഉണ്ട്, കൺസീൽഡ് പെൻഡന്റ് സ്പ്രിംഗ്ലർ ഹെഡ് ഉണ്ട്, കൺവെൻഷണൽ സ്പ്രിംഗ്ലർ ഹെഡ് ഉണ്ട്, സൈഡ് വാൾ സ്പ്രിംഗ്ലർ ഹെഡ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇതുപോലെയാണ് സ്പ്രിംഗ്ലേഴ്സ് ഉണ്ടാവുക. അത് കൺവെൻഷണൽ ടൈപ്പ് ആണ്, അപ്രൈറ്റ് ടൈപ്പ്, പെൻഡന്റ് ടൈപ്പ്, ഹൊറിസോണ്ടൽ സൈഡ് വാൾ, വെർട്ടിക്കൽ സൈഡ് വാൾ, റിസസ്ഡ് പെൻഡന്റ്, കൺസീൽഡ് ഹൊറിസോണ്ടൽ സൈഡ് വാൾ, കൺസീൽഡ് പെൻഡന്റ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലേഴ്സ് ഇതുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ നമുക്കറിയാം അപ്രൈറ്റ് ടൈപ്പ് സ്പ്രിംഗ്ലർ ഹെഡ് നാം നോർമലി ഓപ്പൺ ഏരിയാസിൽ, വെയർഹൗസിൽ, ഷെഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രിംഗ്ലേഴ്സ് ആണ്. ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ വാട്ടർ സ്പ്രേ ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ് അഗൈൻസ്റ്റ് ഡിഫ്ലക്ടർ ആണ് ഉണ്ടാവുക. ഇതിന്റെ വാട്ടർ സ്പ്രേ അതേപോലെ മുകളിലേക്ക് ഡിഫ്ലക്ടറിന് അഗൈൻസ്റ്റ് ആയിട്ട് മുകളിലേക്കാണ് ഇതിന്റെ ഡിസൈൻ ഉണ്ടാവുക. ഇത് പെൻഡന്റ് ടൈപ്പ് സ്പ്രിംഗ്ലർ ഹെഡ് നാം നോർമലി കാണാറുണ്ട് ഓഫീസ് ഏരിയാസ്, അതുപോലെ ഈ ലിവിംഗ് റൂംസ്, സീലിംഗ് വരുന്ന ഭാഗങ്ങളിൽ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നാം ഈ ഒരു പെൻഡന്റ് ടൈപ്പ് സ്പ്രിംഗ്ലർ ഹെഡ് ആണ് യൂസ് ചെയ്യാറ്. ഇതിന്റെ ഡിഫറെന്റ് അതിന്റെ വാട്ടർ സ്ട്രീം ഡയറക്റ്റ് ഡൗൺവേർഡ്സ് അഗൈൻസ്റ്റ് ദ ഡിഫ്ലക്ടർ ആണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെയാണ് ഇത് തന്നെ നമ്മൾ റിസസ്ഡ് പെൻഡന്റ് ആയിട്ടാണ് നോർമലി സീലിംഗ് ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാം. ഈ ഒരു എസ്ക്യൂത്തിയോൺ, ഡബിൾ എസ്ക്യൂത്തിയോൺ പ്ലേറ്റും ഈ ഒരു സ്പ്രിംഗ്ലറിന്റെ ഈ ഒരു ബൾബുള്ള ഭാഗവും മാത്രമാണ് വെളിയിലേക്ക് കാണുക. ബാക്കിയുള്ള എല്ലാം സീലിംഗിന്റെ മുകൾ ഭാഗത്ത് പോകും. അതൊന്നും കൂടെ നീറ്റ്നെസ് കൂടിയുള്ള മാള്, അങ്ങനെയുള്ള നല്ല ലിവിംഗ് റൂംസ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നാം കൺസീൽഡ് പെൻഡന്റ് ടൈപ്പ് സ്പ്രിംഗ്ലറും യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ സൈഡ് വാൾ ടൈപ്പ് സ്പ്രിംഗ്ലർ ഹെഡ്, ഹൊറിസോണ്ടൽ സൈഡ് വാൾ ഉണ്ട്, വെർട്ടിക്കൽ സൈഡ് വാൾ ഉണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഈ സൈഡ് വാൾ ടൈപ്പ് സ്പ്രിംഗ്ലർ ഹെഡിന്റെ ഡിസൈൻ വരുമ്പോൾ അതിന്റെ ഡിഫ്ലക്ടർ എങ്ങനെയാണ് വരിക? വാട്ടർ അവേ ഫ്രം ദ നിയർ ബൈ വാൾ ആണ് അതിന്റെ ഡിസൈൻ വരിക. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലർ ഹെഡ്സ് അവൈലബിൾ ആണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നാം ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് സ്പ്രിംഗ്ലറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ കവറേജിന്. ഡിഫറെന്റ് കവറേജ് അനുസരിച്ച് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് കവറേജ് സ്പ്രിംഗ്ലർ ഹെഡ്, എക്സ്റ്റെൻഡഡ് കവറേജ് സ്പ്രിംഗ്ലർ ഹെഡ്, അതുപോലെ തന്നെ ലാർജ് ഡ്രോപ്പ് സ്പ്രിംഗ്ലർ ഹെഡ്. ഇങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഹീറ്റ് സെൻസിങ് എലമെന്റ്, നമ്മൾ ഗ്ലാസ് ബൾബ് പറഞ്ഞു, അതിന്റെ ബേസ്ഡ് ഓൺ ദാറ്റ് വി ഹാവ് സ്റ്റാൻഡേർഡ് റെസ്പോൺസ് സ്പ്രിംഗ്ലർ ഹെഡ്, അതുപോലെ തന്നെ ഏർലി സപ്രഷൻ, ഫാസ്റ്റ് റെസ്പോൺസ്, ESFR സ്പ്രിംഗ്ലർ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്.